عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم علمنا ما ينفعنا، وانفعنا بما علمتنا، وزدنا علما، وأصلح لنا شأننا كله، ولا تكلنا إلى أنفسنا طرفة عين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മുഹറം മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഒരു പുതിയ വർഷം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ കഴിഞ്ഞ വർഷം എന്താണ് നമ്മൾ പരലോകത്തേക്ക് വേണ്ടി സമ്പാദിച്ചത് എന്ന് ആത്മാർത്ഥമായി പരിശോധിക്കേണ്ടതുണ്ട്. അള്ളാഹു പറഞ്ഞതുപോലെ വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്, ഓരോ നഫ്സും നാളേക്ക് വേണ്ടി എന്താണ് തയ്യാറാക്കി വെച്ചത് എന്ന് പരിശോധിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് നമ്മൾ പരിശോധിക്കുക. കച്ചവടക്കാരായ ആളുകൾ ഓരോ വർഷത്തിൻ്റെ അവസാനത്തിലും അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി അവരുടെ കച്ചവടത്തിൻ്റെ കണക്കുകൾ നോക്കി അത് പരിശോധിച്ച് അവരുടെ കച്ചവടം ചിട്ടപ്പെടുത്തുന്നതായി കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ നമ്മുടെ കഴിഞ്ഞ ജീവിതത്തിലേക്ക് നോക്കുക. നമ്മളുടെ തിന്മകളുടെയും നന്മകളുടെയും കണക്കെടുക്കുക. വരുന്ന ദിവസങ്ങളിൽ നന്മയിൽ നമ്മുടെ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. പരലോകത്തേക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക. കഴിഞ്ഞുപോയ തിന്മകൾ അതാലോചിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ ഖേദിച്ച് മടങ്ങുക. നന്മകളിൽ നമ്മൾ മത്സരിക്കുക, നന്മകളിൽ മുന്നേറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കുറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഖബറിലേക്ക്, നമ്മളുടെ അവധിയിലേക്ക് നമ്മൾ ഒരു വർഷം അടുത്തിരിക്കുകയാണ്. ഈ ഒരു വലിയ യാഥാർത്ഥ്യം നമ്മൾ ചിന്തിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുഹറം മാസം, ആ മാസത്തിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ, പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ സംഭവിച്ചതായി, നടന്നതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു സംഭവമാണ് മഹാനായ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സംഭവം. കർബല എന്ന് പറയുന്ന ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം. ഇസ്ലാമിക ചരിത്രത്തിൽ സ്ഥാനമുള്ള ഒരു പേരാണ്, സ്ഥലമാണ് കർബല എന്ന സ്ഥലം. മുൻപ് കാലങ്ങളിൽ നീനവ എന്നറിയപ്പെട്ട സ്ഥലമായിരുന്നു. ഇറാഖിലെ കൂഫക്ക് അടുത്തുള്ള സ്ഥലമാണ് കർബല. അവിടെ വച്ചാണ് ഹിജറ 61
മുഹറം 10 ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ഷഹീദായി കൊല്ലപ്പെടുന്നത്. ആരാണ് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയാണ്. ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി താലിബ് ഇബ്നു ഖിത്അതു കബ്ദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും മകനാണ് ആര്? ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. ഹിജ്റ 2 ബദർ യുദ്ധത്തിന് ശേഷമാണ് അലി റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു കൊടുക്കുന്നത്. ഹിജ്റ 3 അവർക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു. ആ ആൺകുഞ്ഞിന് വാപ്പ അലി റളിയല്ലാഹു അൻഹു ഹർബ് എന്ന് പേര് വിളിക്കാൻ ഉദ്ദേശിച്ചു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിന് ഹസൻ എന്ന് പേരിട്ടു. പിന്നീട് ഹിജ്റ 4 മറ്റൊരു ആൺകുഞ്ഞു കൂടി ലഭിക്കുകയാണ്. ആർക്ക്? മറ്റൊരു ആൺകുഞ്ഞു കൂടി ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് ജനിക്കുകയാണ്. ആ കുട്ടിക്കും ഹർബ് എന്ന് പേരിടാൻ അലി റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൈൻ എന്ന് പേരിട്ടു. അങ്ങനെ മനോഹരമായ 2 പേരുകൾ, ഹസൻ ഹുസൈൻ, 2 പേരമക്കൾക്കായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് വിളിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 2 പേർക്കും വേണ്ടി അഖീഖ അറുത്തതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ഹിജ്റ 3 ഹസൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ഹിജ്റ 4 ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ചില ആളുകളുടെ വിചാരം എന്താ? ഇവർ രണ്ടാളുകളും പിന്നെ ഇരട്ടകളാണ് എന്നാണ്. ഹസൻ ഹുസൈൻ എന്നുള്ള പേര് കേട്ടപ്പോൾ പല ആളുകളും തെറ്റിദ്ധരിച്ചത് ഇവർ 2 പേരും ഇരട്ട കുട്ടികളാണെന്ന്. ഇരട്ട കുട്ടികളല്ല, മറിച്ച് ഹസൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 3 ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 4 ജനിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കുറിച്ച് പറഞ്ഞത് ഹുമാ റൈഹാനതായ ഫിദ്ദുനിയ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും ഇവർ 2 പേരും എൻ്റെ ദുനിയാവിലെ ആനന്ദങ്ങളാണ്. ഈ ഹദീസ് പറഞ്ഞത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയാണ്. ഈ ഹദീസ് പറയാൻ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയോട് കൂഫക്കാരായ ഷിയാക്കൾ അവരൊരിക്കൽ ചോദിച്ചു, കൊതുകിനെ കൊല്ലുന്നതിൻ്റെ വിധി എന്താണ്? കൊതുകുണ്ടല്ലോ, കൊതുകിനെ കൊല്ലുന്നതിൻ്റെ വിധി എന്താണ്? അപ്പോൾ അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞു, കൊതുകിനെ കൊല്ലുന്നതിന് നിങ്ങൾക്കെന്താണ്? കാരണം കൂഫയിലെ ഷിയാക്കളാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നിട്ടുള്ളത്. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ നിഷ്ഠൂരം ക്രൂരമായി വധിച്ച നിങ്ങൾക്ക് ഒരു കൊതുകിനെ കൊല്ലുന്നതിൻ്റെ വിധി ചോദിക്കാൻ എന്താ അർഹതയുള്ളത്? ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞത്, അവർ 2 പേരും ഹുസൈൻ റളിയല്ലാഹു അൻഹുമയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഇവർ 2 പേരും എൻ്റെ ദുനിയാവിലെ ആനന്ദങ്ങളാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയെ കൊന്ന നിങ്ങൾക്ക് ഒരു കൊതുകിനെ കൊല്ലുന്നതിൻ്റെ വിധി ചോദിക്കാൻ എന്തർഹതയാണുള്ളത് എന്ന് അദ്ദേഹം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന. ഇവർ 2 പേരും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ സ്വർഗത്തിലെ ചെറുപ്പക്കാരുടെ യുവാക്കളുടെ നേതാക്കന്മാരാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവ് കൊണ്ട് സ്വർഗമുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം അസ്ഹാബുൽ കിസായിൽപ്പെട്ട സഹാബിയാണ്.
അസ്ഹാബുൽ കിസാ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഒരു പുതപ്പിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് അങ്ങനെ പറഞ്ഞാൽ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും അലി ഇബ്നു അബി ത്വാലിബ്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും, അങ്ങനെ 4 ആളുകളെ ഒരുമിച്ച് കൂട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കം 5 ആളുകളുണ്ട്. ഈ 5 ആളുകളെ മുകളിലൂടെ ഒരു പുതപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിലൂടെ വിരിച്ചു. അങ്ങനെ ഈ 5 ആളുകൾ മാത്രം പുതപ്പിൻ്റെ ഉള്ളിൽ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹൗലാഇ അഹ്ലു ബൈതി വ ഖാസ്സതി. അല്ലാഹുവേ, ഇവരെൻ്റെ കുടുംബക്കാരാണ്, ഇവരെൻ്റെ പ്രത്യേകക്കാരാണ്. അതുകൊണ്ട് ഫഅദ്ഹിബ് അൻഹുമുർ റിജ്സ്, അല്ലാഹുവേ ഇവരിൽ നിന്ന് നീ തിന്മകളെ ശുദ്ധീകരിക്കണമേ. വതഹിർഹും തത്ഹീറ, അല്ലാഹുവേ ഇവരെ നീ പരിശുദ്ധപ്പെടുത്തണമേ, ഇവരെ നീ ശുദ്ധീകരിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായി കാണാൻ സാധിക്കും. അസ്ഹാബുൽ കിസായിൽപ്പെട്ട സഹാബിയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഒരു സൽക്കാരത്തിന് വേണ്ടി, ഒരു ഭക്ഷണത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അങ്ങാടിയിൽ കുട്ടികളോടൊപ്പം, ചെറിയ കുട്ടികളോടൊപ്പം ഹുസൈൻ റളിയല്ലാഹു അൻഹു കളിക്കുന്നത് കണ്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്ത്, 2 കൈകളും നീട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ മാടി വിളിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹു കയ്യിൽ പിടുത്തം കൊടുക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിപ്പിച്ചു, കളിപ്പിച്ചു. ഒരുപാട് തവണ കൈൻ്റെ അടുത്തേക്കൂടെ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിടി കൊടുക്കാതെ ഓടിപ്പോയി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പിറകിൽ അദ്ദേഹത്തിനെ ചിരിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹിയും പിന്നിലൂടെ ഓടി. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പൊക്കിയെടുത്ത് ചേർത്ത് പിടിച്ച് അവിടുത്തെ കവിളിലും അതുപോലെ തന്നെ ചുണ്ടിലും അതുപോലെ തന്നെ കഴുത്തിലൊക്കെ ഒരുപാട് ചുംബനം കൊടുത്തതായി കാണാൻ സാധിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഹുസൈനുൻ മിന്നി വ അന മിൻ ഹുസൈൻ. ഹുസൈനും മിന്നി, ഹുസൈൻ എന്നിൽ നിന്നാണ്, വ അന മിൻ ഹുസൈൻ, ഞാൻ ഹുസൈനിൽ നിന്നുമാണ്. എന്താ അങ്ങനെ പറഞ്ഞാൽ, ഹുസൈൻ എൻ്റെ സ്വന്തമാണ്, ഹുസൈൻ എൻ്റെ സ്വന്തമാണ്, ഞാൻ ഹുസൈനിൻ്റെ സ്വന്തമാണ്. അഹബ്ബല്ലാഹു മൻ അഹബ്ബ ഹുസൈൻ, ഹുസൈനിനെ ആരാണോ ഇഷ്ടപ്പെടുന്നത് അവനെ അള്ളാഹുവും ഇഷ്ടപ്പെടട്ടെ. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഹുസൈനുൻ സബ്തും മിനൽ അസ്ബാബ്, ഒരുപാട് നന്മകൾ സംഗമിച്ച ഒരുവനാണ് ഹുസൈൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പുകഴ്ത്തി പറഞ്ഞ, ഒരുപാട് സ്നേഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ചുംബനങ്ങൾ ഏറ്റുവാങ്ങിയ സ്വഹാബിയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ അതുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിൽപ്പെട്ടതാണ്. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനെ, അഹ്ലുൽ ബൈത്തിനെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകം സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇറാഖിൽ വെച്ച്, കർബലയിൽ വെച്ച് ഷഹീദാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലഘട്ടത്തിൽ തന്നെ അത് അറിഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവിടത്തേക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, ഒരിക്കൽ മഴയുടെ മലക്ക് അള്ളാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ അനുമതി ചോദിച്ചു. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ രാത്രിയും ഓരോ ഭാര്യമാരുടെ അടുത്തായിരിക്കും. ഓരോ ഭാര്യമാർക്കും നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളുണ്ടായിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരിക്കുന്ന ദിവസമാണ് മലക്ക് സന്ദർശിക്കുന്നതിന് വേണ്ടി വരുന്നത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഇഹ്ഫദി അലൈനൽ ബാബ് കൈ ലാ യദ്ഖുൽ അലൈന അഹദുൻ. വാതിൽ ശ്രദ്ധിക്കണം, വാതിൽ വിട്ട് വേറെ ആരെയും ഉള്ളിലേക്ക് കടത്തിവിടാൻ പാടില്ല. പക്ഷേ അന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു കുസൃതി കാണിച്ച് വീടിൻ്റെ ഉള്ളിലേക്ക് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പ്രവേശിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിലും മുതുകിലൊക്കെ കയറി കളിച്ചു. ഇപ്പോൾ റസൂലുള്ളാഹി പിടിച്ച് ഇതുപോലെ ഒരുപാട് ചുംബനം കൊടുത്തു. അപ്പോൾ മലക്ക് പറഞ്ഞു, അതുഹിബ്ബുഹു, അള്ളാഹുവിൻ്റെ റസൂലേ, താങ്കൾ ഹുസൈനിനെ സ്നേഹിക്കുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ആ മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അന്ന ഉമ്മതക സതഖ്തുലുഹു, താങ്കളുടെ ഉമ്മത്ത്, താങ്കളുടെ സമൂഹം വഴിയെ ഇദ്ദേഹത്തിനെ കൊലപ്പെടുത്തുന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, താങ്കൾ ഉദ്ദേശിക്കുന്നു എങ്കിൽ ഇദ്ദേഹം ഹുസൈൻ മരണപ്പെടുന്ന, കൊല ചെയ്യപ്പെടുന്ന ആ ഭൂമി താങ്കൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അദ്ദേഹം ഫഅഖദ അഖ്ദതൻ, ആ മലക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്ന കർബലയിലെ ഒരു പിടി മണ്ണ് വാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് ഫഇദാ ഹുവ തുറാബുൻ അഹ്മർ, അപ്പോൾ ആ കൊണ്ടുവന്ന ആ മണ്ണ് ചോര നിറം കലർന്ന ചുവന്ന മണ്ണായിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഈ മണ്ണെടുത്ത് അവരുടെ ഒരു തുണിയിൽ, വസ്ത്രത്തിൽ പൊതിഞ്ഞു വെക്കുകയുണ്ടായി. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിമാരിൽപ്പെട്ട സാബിത്ത് എന്ന് പേരുള്ള ഒരാൾ പറയാണ്, കുന്നാ നഅരിഫുഹു അന്നഹു മിൻ തുറാബി കർബല, അത് കർബലയിലെ മണ്ണായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു എന്ന് റാവിമാർ പറയുകയാണ്. അപ്പോൾ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം കർബലയിൽ ഷഹീദാകും എന്ന വിവരം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാമായിരുന്നു. ചില സഹാബികൾക്കും അത് അറിയാമായിരുന്നു. ഇതുപോലുള്ളൊരു സംഭവം ആയിഷ റളിയല്ലാഹു അൻഹയും ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. ആ ഹദീസിലുള്ളത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി കൊണ്ടാണുള്ളത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സഹാബികൾ പ്രത്യേകം പരിഗണിക്കുകയും പ്രത്യേകം അദ്ദേഹത്തിനോട് ആദരവ് കാണിക്കുകയും ബഹുമാനം കാണിക്കുകയും ഇഷ്ടം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് ഇടയ്ക്കിടയ്ക്ക് തുറന്നു പറയും. അദ്ദേഹത്തിനോടുള്ള സ്നേഹം, അദ്ദേഹത്തിനോടുള്ള ബഹുമാനം ഇടയ്ക്ക് തുറന്നു പറയും, നേരിട്ട് പറയും. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ മക്കൾക്കൊക്കെ വസ്ത്രം കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പം എല്ലാവർക്കും വസ്ത്രം കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കുന്ന അതേ വസ്ത്രം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു മടി. എല്ലാവർക്കും കൊടുക്കുന്നത് എങ്ങനെ ഹുസൈന് കൊടുക്കുക? അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയാണല്ലോ. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യമനിലേക്ക് അയച്ചു. യമനിലേക്ക് അയക്കുകയും പ്രത്യേകം ഒരു വസ്ത്രം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പിന്നെ കൊണ്ടുവരികയും അത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അൽ ആന താബത്ത് നഫ്സി, ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് പ്രത്യേക ഒരു വസ്ത്രം അത് കൊടുത്തപ്പോഴാണ് എനിക്കൊരു ആശ്വാസമുണ്ടായിരുന്നത് എന്ന് അദ്ദേഹം പറയാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ഹുസൈൻ റളിയല്ലാഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ 5000 ദിർഹമായിരുന്നു കൊടുത്തിരുന്നത്. അതേ തുക തന്നെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തിരുന്നത് എന്ന് നമുക്ക് കിതാബുകളിൽ വായിക്കാൻ സാധിക്കും. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരുപാട് പരിഗണിച്ചു എന്നതിനുള്ള തെളിവുകളാണ് ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ സ്വഹാബികൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനമാണ് നമ്മൾ പറഞ്ഞത്. യസീദ് ഇബ്നു മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ യസീദിൻ്റെ ഭരണകാലഘട്ടത്തിലാണ്
ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നത്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ ഖിലാഫത്തു ബഅദി 30 സന സുമ്മ തകൂനു മുൽകുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് അനുസരിച്ചുള്ള ഖിലാഫത്ത് ഭരണം 30 കൊല്ലമായിരിക്കും ഉണ്ടാകുക. ഈ 30 വർഷത്തിന് ശേഷം പിന്നെ മുൽക്കിയത്താണ്. മുൽക്കിയത്ത് എന്ന് പറഞ്ഞാൽ രാജഭരണമാണ്. പിന്നെ അള്ളാഹു അവനുദ്ദേശിക്കുന്ന ആളുകൾക്ക് ഭരണം കൈമാറും. 30 കൊല്ലത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് അനുസരിച്ചിട്ടുള്ള ഖിലാഫത്താണ് നടന്നത്. 30 കൊല്ലത്തിന് ശേഷം പിന്നീട് രാജഭരണമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, 29 കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ച് ഖിലാഫത്തിൻ്റെ 29 കൊല്ലവും 6 മാസവും കഴിയുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നു. ബാക്കിയുള്ള 6 മാസം ഹസൻ റളിയല്ലാഹു അൻഹു ആണ് ഭരണം ഏറ്റെടുക്കുന്നത്. ബാക്കിയുള്ള 6 മാസം ഹസൻ റളിയല്ലാഹു അൻഹു ആണ് ഭരണം ഏറ്റെടുക്കുന്നത്. പിന്നീട് ഹിജറ 40 ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഭരണം കൈമാറുന്നുണ്ട്. ആ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഈ മകൻ ഇന്നബ്നി ഹാദാ സയ്യിദുൻ, എൻ്റെ ഈ പേരക്കുട്ടിയായ ഹസൻ അവൻ നേതാവാണ്. അവൻ ഉമ്മത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമാധാനപരമായ ഒരു കാര്യം ചെയ്യുമെന്നുള്ളത് ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഭരണം കൈമാറും എന്നതിനെ കുറിച്ചിട്ടുള്ള അറിയിപ്പായിരുന്നു. 6 മാസം ഭരിച്ചതിന് ശേഷം പിന്നീട് അവിടെ ഒരു വലിയ പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? 6 മാസം ഭരിച്ചതിന് ശേഷം ഹിജറ 40 മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഭരണം ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹിജറ 40 മുആവിയ റളിയല്ലാഹു അൻഹു ഒരു റബീഉൽ അവ്വലിൽ ഖിലാഫത്ത് ഏറ്റെടുത്തു. അങ്ങനെ ഹിജറ 60 അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടമാകുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ മകനായ യസീദിന് ഭരണമേൽപ്പിച്ചു. അടുത്ത ഭരണാധികാരിയായി മുആവിയ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്തു? അടുത്ത ഭരണാധികാരിയായി യസീദിനെ പ്രഖ്യാപിക്കുകയും മുൻകൂട്ടി യസീദിനുള്ള ബൈഅത്ത് ജനങ്ങളിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. അപ്പം ഈ ഒരു കാര്യത്തിന് ഒരിക്കലും അധിക്ഷേപിക്കാൻ പാടില്ല. മുആവിയ റളിയല്ലാഹു അൻഹു തൻ്റെ മകന് ഭരണമേൽപ്പിച്ചത് യാതൊരു കാരണവശാലും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കാനുള്ള ഒരു കാരണമാക്കാൻ പാടില്ല. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? 29 കൊല്ലമാണ് എന്തുണ്ടാകുള്ളൂ, 30 വർഷമേ ഖിലാഫത്ത് ഉണ്ടാവുകയുള്ളൂ, അതിനുശേഷം പിന്നെ മുൽക്കായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തൻ്റെ മകന് ഖിലാഫത്ത് നൽകി എന്നതിൻ്റെ പേരിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കാൻ പാടില്ല. ഇനി എന്തുകൊണ്ടാണ് തൻ്റെ മകനായ തൻ്റെ മകന് മുആവിയ റളിയല്ലാഹു അൻഹു ഭരണം ഏൽപ്പിച്ചത്? എന്തുകൊണ്ടായിരുന്നു? തൻ്റെ മകനായ യസീദിന് എന്തുകൊണ്ടാണ് മുആവിയ റളിയല്ലാഹു അൻഹു ഭരണം ഏൽപ്പിച്ചു കൊടുത്തത്? എന്തിനാണ്? അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഭരണം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒന്നാമത്തെ ഒരു കാര്യം പണ്ഡിതന്മാർ വിശദീകരിക്കണം. ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, മുആവിയ റളിയല്ലാഹു അൻഹു മകനായ യസീദിന് ഭരണം ഏൽപ്പിക്കാനുള്ള ഒന്നാമത്തെ ഒരു കാര്യം എന്താ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം മുസ്ലിമീങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആഭ്യന്തരമായ കലാപങ്ങൾ, യുദ്ധങ്ങൾ, സഫീൻ, ജമൽ പോലെയുള്ള യുദ്ധങ്ങളൊക്കെ ഉണ്ടായി. ഒരുപാട് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായി. അതുപോലെയുള്ള കലാപങ്ങൾ, യുദ്ധങ്ങൾ അദ്ദേഹത്തിന് ശേഷം മുആവിയ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ട് അവിടുന്ന് മുആവിയ റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന് മുമ്പായി ഒരു ഭരണാധികാരിയെ നിശ്ചയിക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതാണ് ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം, യസീദിനെ ഭരണം ഏൽപ്പിച്ചാലേ സിറിയക്കാരുടെ പിന്തുണയുണ്ടാവുകയുള്ളൂ. ആ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ വലിയ ശക്തിയുള്ളത് സിറിയക്കാരുടെ അടുത്താണ്. സിറിയയിലാണ് ഇസ്ലാമിൻ്റെ വലിയ ശക്തിയുള്ളത്. അപ്പോൾ സിറിയക്കാരുടെ പിന്തുണ അത്യാവശ്യമാണ്. സിറിയക്കാർക്കാകട്ടെ യസീദിന് വലിയ മതിപ്പുണ്ട്. യസീദല്ലാത്ത മറ്റൊരു പ്രവിശ്യയിലുള്ള ആരെയെങ്കിലും ഖലീഫയായി നിയോഗിച്ചു കഴിഞ്ഞാൽ സിറിയക്കാരടയുകയും മുൻപ് പേടിച്ചതുപോലെയുള്ള ആഭ്യന്തര കലാപങ്ങൾ, യുദ്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് യസീദിനെ ഭരണമേൽപ്പിച്ചു. അതുപോലെ തന്നെ യസീദിന് മുൻപ് ഭരണകാര്യങ്ങളിൽ സൈന്യത്തെ നയിക്കുന്നതിൽ വലിയ പാടവങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പരിചയ സമ്പത്തുണ്ടായിരുന്നു. ഖുസന്തീനിയ പോലെയുള്ള കാര്യങ്ങൾ കീഴടക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് യസീദായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ളത് കൊണ്ടാണ് മുആവിയ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തത്? തൻ്റെ മകന് ഭരണം ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഇതിനൊരിക്കലും ആക്ഷേപിക്കാൻ പാടില്ല. അത് അദ്ദേഹത്തിൻ്റെ ഇജ്തിഹാദിൽപ്പെട്ടതായിരുന്നു. എന്നാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇത് അംഗീകരിച്ചില്ല. യസീദിന് ഖിലാഫത്ത് ഏൽപ്പിച്ചു കൊടുത്തത് ഹുസൈൻ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചില്ല. അതിനും കാരണങ്ങളുണ്ടായിരുന്നു. അതിനും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റേതായ ന്യായങ്ങളുണ്ടായിരുന്നു. കാരണം ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഭരണം ഏൽപ്പിക്കുമ്പോൾ ഒരു കരാർ വെച്ചിരുന്നു. അടുത്ത ഒരു ഭരണാധികാരി ജനങ്ങളുടെ തീരുമാനപ്രകാരമായിരിക്കണം വരേണ്ടത് എന്നൊരു കരാറുണ്ടായിരുന്നു. പക്ഷേ മുആവിയ റളിയല്ലാഹു അൻഹു യസീദിന് ഭരണം ഏൽപ്പിച്ചതോടുകൂടി ആ കരാറില്ലാതെയായി. മാത്രമല്ല, മുതിർന്ന സ്വഹാബികൾ, യസീദിനേക്കാൾ എന്തുകൊണ്ടും യോഗ്യരായ മുതിർന്ന സ്വഹാബികൾ ജീവിച്ചിരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഹുസൈൻ റളിയല്ലാഹു തന്നെ, അതുപോലെ തന്നെ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇവരെ പോലെയുള്ള പ്രമുഖരായ മുതിർന്ന സ്വഹാബികൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് യസീദ് ഖിലാഫത്ത് ഏറ്റെടുത്തതിൽ തൃപ്തിയുണ്ടായിരുന്നില്ല. അദ്ദേഹം ആ ഖിലാഫത്ത് അംഗീകരിച്ചില്ല. എന്നാൽ യസീദ് ഉടനെ ഭരണം ഏറ്റെടുക്കുകയും അദ്ദേഹം ഭരണം ഏറ്റെടുത്ത ഉടനെ മദീനയിലെ ഗവർണർക്ക് കത്തയക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ബൈഅത്ത് നൽകാത്ത ആളുകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് ബൈഅത്ത് വാങ്ങിക്കണം. ഹുസൈൻ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, ഇവരെപ്പോലെയുള്ള സ്വഹാബികളിൽ നിന്ന് ഉടനെ ബൈഅത്ത് വാങ്ങിക്കണം എന്ന കർശനമായ നിർദ്ദേശം യസീദ് തൻ്റെ മദീനയിലെ ഗവർണർക്ക് കത്തയച്ചു. അങ്ങനെ ബൈഅത്ത് കൊടുക്കണമെന്ന കാര്യം അത് ശക്തമായപ്പോൾ കൂടുതൽ സുരക്ഷിതമായ സ്ഥലമായ മക്കയിലേക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പോയി. ഇങ്ങനെ ഇരിക്കുമ്പോൾ കൂഫക്കാരായ ഷിയാക്കൾ അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ നിരന്തരം കൂഫയിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. കൂഫയിലെ ഷിയാക്കൾക്ക് മനസ്സിലായി യസീദിൻ്റെ ഭരണത്തോട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വിയോജിപ്പുണ്ട്. അദ്ദേഹം ബൈഅത്ത് ചെയ്യാതെ മാറിയിരിക്കുകയാണ്. ഈ കൂഫക്കാരായ ഷിയാക്കളും യസീദിനെ തൃപ്തിപ്പെടുന്നില്ല. അപ്പം അതുകൊണ്ട് നിരന്തരം അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. അവരൊരുപാട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് കത്തുകൾ അയച്ചു ക്ഷണിക്കാൻ തുടങ്ങി. ഹുസൈൻ റളിയല്ലാഹു അൻഹു ആദ്യമൊന്നും സമ്മതിച്ചില്ല, വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവർ ഒരുപാട് വിളിച്ചു, ഒരുപാട് കത്തുകൾ അയച്ചു. ദിനേന കൂഫയിൽ നിന്ന്, ഇറാഖിൽ നിന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് 600ഓളം കത്തുകൾ വരാൻ തുടങ്ങി. എത്രത്തോളം എന്നാൽ 12,000ഓളം കത്തുകൾ ചാക്കുകളിലായി മക്കയിലേക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് എത്താൻ. എല്ലാ കത്തിലുമുള്ളത് ഹുസൈൻ താങ്കൾ കൂഫയിലേക്ക് വരണം, യസീദിനെ ഞങ്ങൾ തൃപ്തിപ്പെട്ടിട്ടില്ല, താങ്കൾക്ക് ഞങ്ങൾ ബൈഅത്ത് നൽകാം,
താങ്കളെ കാത്ത് ഇവിടെ മണ്ണ് ഒരുങ്ങിയിരിക്കുകയാണ്. 100,000-ഓളം ആളുകൾ താങ്കൾക്ക് ബൈഅത്ത് നൽകും. താങ്കൾ വന്നില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നാളെ പരലോകത്ത് താങ്കളോട് ഞങ്ങൾ തർക്കിക്കും. താങ്കൾ വന്നിട്ടില്ല എങ്കിൽ ഞങ്ങൾ യസീദിൻ്റെ ഗവർണറായ ആളുകളുടെ പിന്നിൽ നിന്ന് ഞങ്ങൾ നിസ്കരിക്കുകയില്ല, ജുമാ നിസ്കരിക്കില്ല, പെരുന്നാൾ നിസ്കരിക്കുകയില്ല. താങ്കളെ മാത്രമാണ് ഞങ്ങൾ നേതാവായി ഭരണാധികാരിയായി തൃപ്തിപ്പെടുകയുള്ളൂ. ഇങ്ങനെ നിരന്തരം കത്തയച്ചു കൊണ്ടേയിരുന്നു. യഥാർത്ഥത്തിൽ കൂഫക്കാരായ ഷിയാക്കൾ അവരുടെ ചതിയുടെ പാരമ്പര്യം ആവർത്തിക്കുന്നതിൻ്റെ ഒരു തുടക്കം മാത്രമായിരുന്നു ഈ നിരന്തരമായുള്ള സമ്മർദ്ദം. ഈ കത്തുകൾ അയക്കുക എന്നുള്ളത് അവരുടെ ചതിയുടെ ആവർത്തനത്തിൻ്റെ ഒരു തുടക്കം മാത്രമായിരുന്നു. കാരണം കൂഫക്കാരായ ഷിയാക്കളെക്കുറിച്ച് അവരുടേത് തന്നെയുള്ള പണ്ഡിതന്മാർ, ഷിയാക്കളായ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞതായി കാണാം, കൂഫക്കാരായ ആളുകൾ അവർ വഞ്ചകരാണ്, അവർ വാഗ്ദത്തം ലംഘിക്കുന്നവരാണ്, അതുപോലെ തന്നെ നിലപാടിൽ വൈരുദ്ധ്യം കാണിക്കുന്നവരാണ്, അവർ കുതന്ത്രമുള്ള ആളുകളാണ്, അതുപോലെ തന്നെ അവർ അവസരവാദികളാണ്, അവർ കലാപമുണ്ടാക്കുന്ന ആളുകളാണ്. ഇങ്ങനെ കൂഫക്കാരായ ഷിയാക്കളെക്കുറിച്ച് ഷിയാ പണ്ഡിതന്മാർ തന്നെ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അലി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനൊക്കെ വളരെ ക്രൂരമായി ഉപദ്രവിച്ചതും ഈ കൂഫക്കാർ തന്നെയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഈ കൂഫക്കാരാണ്. മാത്രമല്ല ഹസൻ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽപ്പെട്ട ആളുകൾ തന്നെ പല തവണ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. കൂഫക്കാരുടെ ചതിയുടെ ചരിത്രമാണ് പറയുന്നത്. ചതിയുടെ പാരമ്പര്യമുള്ള കൂഫക്കാർ അവരെന്ത് ചെയ്തു? അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്നിട്ടുണ്ട്. മാത്രമല്ല മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം സൈന്യത്തിൽപ്പെട്ട ആളുകൾ പലതവണ എന്ത് ചെയ്തിട്ടുണ്ട്? കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഹസൻ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് പോകുമ്പോൾ സൈന്യത്തിൽപ്പെട്ട ഒരുവൻ അദ്ദേഹത്തിനെ കുതിര തടഞ്ഞു നിർത്തി അദ്ദേഹത്തിൻ്റെ തുടയിൽ ആഞ്ഞു വെട്ടിയിട്ടുണ്ട്. അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് വീണു. മറ്റൊരാൾ കടാര തടുത്തു വെച്ചു. ഹസൻ റളിയല്ലാഹു അൻഹു മാറിപ്പോയി. ഒരിക്കൽ നിസ്കരിക്കുമ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇറാഖുകാരായ ആളുകൾ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുകളിലേക്ക് കടാരയുമായി അവർ ചാടി വീണിട്ടുണ്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്താൻ വേണ്ടി. ഇതൊക്കെ ഈ പറഞ്ഞ കൂഫക്കാരായ ആളുകളുടെ ചതിയുടെ ചരിത്രമാണ്. അപ്പോൾ ഈ ചതിയുടെ ചരിത്രം ആവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ധാരാളം കത്തുകൾ അയച്ച് കൂഫയിലേക്ക് വരുന്നതിന് വേണ്ടി അവർ സമ്മർദ്ദം ചെലുത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരുപാട് കത്തുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഇവർ അയച്ചു എന്ന് പറഞ്ഞല്ലോ. ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹുമായി കരാറിൽ ഏർപ്പെട്ടപ്പോൾ, ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുമായി കരാറിൽ ഏർപ്പെട്ട് ഭരണം കൈമാറിയപ്പോഴും ഇതുപോലെ കൂഫക്കാർ ഹസൻ റളിയല്ലാഹു അൻഹുവിനും ഒരുപാട് കത്തുകൾ അയച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നു, നോക്കൂ, ഇമാം അത്തബരി അദ്ദേഹത്തിൻ്റെ താരീഖിൽ ഉദ്ധരിച്ച കാര്യമാണ്. അദ്ദേഹം പറയാണ്, ഒരുപാട് ചാക്കുകെട്ടുകളിലായി കത്തുകൾ അദ്ദേഹത്തിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേലക്കാരായ ആളുകളോട് ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ജാരിയ ഹാതിൽ മിഖ്ലബ്, ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളം നിറച്ച പാത്രം അത് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ഈ പറഞ്ഞ കത്തുകൾ, ഈ കത്തുകെട്ടുകൾ അതിലേക്ക് ഫസബ്ബ ഫീഹി മാഅൻ, അതിലേക്ക് വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഈ കത്തുകെട്ടുകളൊക്കെ നനച്ച് കുതിർത്ത് നശിപ്പിച്ചു കളഞ്ഞു ഹസൻ റളിയല്ലാഹു അൻഹു. ഈ കത്തുകളിൽ ഒരു കത്ത് പോലും അദ്ദേഹം എന്ത് ചെയ്തില്ല? തുറന്നു നോക്കി വായിക്കുകയോ അതിലെന്താണുള്ളത് എന്ന് അദ്ദേഹം തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല.
അപ്പം അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താണിത്, കത്ത് ഇത്രയധികം കത്ത് വന്നിട്ട് എന്തുകൊണ്ട് ഇത് വായിക്കുന്നില്ല, ഇത് തുറന്നു പോലും നോക്കുന്നില്ല? അദ്ദേഹം പറഞ്ഞ വാക്ക് നോക്കൂ, മിൻ അഹ്ലിൽ ഇറാഖി മിൻ ഖൗമിൻ ലാ യർജിഊന ഇലൽ ഹഖ്. ഇത് ഇറാഖുകാരിൽ നിന്ന് വന്ന കത്താണ്. അവർ സത്യത്തിലേക്ക് മടങ്ങാത്ത ആളുകളാണ്. അതുപോലെ തന്നെ അസത്യത്തിൻ്റെ കൂടെ വർത്തിക്കുന്ന ആളുകളാണ്. സത്യവും അസത്യവും ഇല്ലാത്ത കള്ളന്മാരായ ഇറാഖുകാരുടെ അരികിൽ നിന്ന് വന്ന കത്തുകളാണിത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അമാ ഇന്നി ലസ്തു അഖ്ഷാഹും അലാ നഫ്സി. അവരുടെ കാര്യത്തിൽ, എൻ്റെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല, പക്ഷെ വലാകിന്നി അഖ്ഷാഹും അലാ ദാലിക വ അശാറ ഇലൽ ഹുസൈൻ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യത്തിൽ, ഹുസൈനിൻ്റെ കാര്യത്തിൽ ഞാൻ ഇവരെ പേടിക്കുന്നുണ്ട്. എൻ്റെ കാര്യത്തിൽ ഇവരെനിക്ക് പേടിയില്ല, പക്ഷെ ഹുസൈൻ ഇവരുടെ വഞ്ചനയിൽ വീണു പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നു എന്ന് ഹസൻ റളിയല്ലാഹു അൻഹു അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് അയച്ചതുപോലുള്ള കത്ത് ഹസൻ റളിയല്ലാഹു അൻഹുവിനും ഇവരയച്ചിട്ടുണ്ട് മുആവിയയുമായി ഉടമ്പടിയിലായപ്പോൾ. പക്ഷെ അന്ന് ഹസൻ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിലേക്ക് ഒരുപാട് നിരന്തരമായ കത്തുകൾ അയച്ചപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അവർക്ക് ഒരു കത്തെഴുതി അദ്ദേഹത്തിൻ്റെ പുതൃവ്യപുത്രനായ മുസ്ലിം ഇബ്നു അഖീൽ എന്ന് പറയുന്ന വ്യക്തിയെ കൂഫയിലേക്ക് കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി പറഞ്ഞയച്ചു. മുസ്ലിം ഇബ്നു അഖീലിൻ്റെ കയ്യിലുള്ള കത്തിലുള്ളത് എന്താണ്? ഞാൻ വരാം, മുസ്ലിമിൻ്റെ അരികിൽ നിന്ന് അനുകൂലമായ സാഹചര്യങ്ങളാണ് അവിടെയുള്ളത് എന്ന് ബോധ്യപ്പെട്ടാൽ, എനിക്ക് വന്ന കത്ത് പ്രകാരമുള്ള അനുകൂലമായ സാഹചര്യമാണ് അവിടെയുള്ളത് എന്ന് എനിക്ക് മുസ്ലിമിൻ്റെ കത്തിൽ നിന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരുന്നതാണ് എന്ന കത്താണ് മുസ്ലിം ഇബ്നു അഖീലിൻ്റെ കയ്യിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് എന്ത് ചെയ്തത്? അയച്ചു കൊടുത്തത്. മുസ്ലിം ഇബ്നു അഖീൽ കൂഫയിലെത്തി. കൂഫക്കാരുടെ അരികിൽ ഈ കത്ത് വായിച്ചപ്പോൾ അവരെല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞു, ഞങ്ങൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഭരണാധികാരിയായി സ്വീകരിക്കാൻ തയ്യാറാണ്. 18,000-ഓളം ആളുകൾ അപ്പോൾ തന്നെ ബൈഅത്ത് കൊടുക്കാൻ റെഡിയായി. ചില പണ്ഡിതന്മാർ പറഞ്ഞു 40,000-ഓളം ആളുകൾ അപ്പോൾ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് കൊടുക്കാൻ തയ്യാറായി നിന്നു. മുസ്ലിം ഇബ്നു അഖീൽ തിരിച്ച് കത്തെഴുതി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക്, ഹുസൈൻ, ഇവിടെ അനുകൂലമായ സാഹചര്യമാണ്, ഒരുപാട് ആളുകൾ താങ്കളെ കാത്തിരിക്കുകയാണ്, താങ്കൾ ഉടനെ ഇങ്ങോട്ടേക്ക് പുറപ്പെടണം എന്ന് പറഞ്ഞ് മുസ്ലിം ഇബ്നു അഖീൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് കത്തെഴുതി. എന്നിട്ട് ബാക്കിയുള്ള ജനങ്ങൾക്കിടയിൽ നടന്ന് എല്ലാ ജനങ്ങളെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് ചെയ്യുന്നതിന് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ദുൽഹിജ്ജ 8-ന് ഹജ്ജ് കർമ്മത്തിനിടയിലുണ്ടായിരുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് മുസ്ലിം ഇബ്നു അഖീലിൻ്റെ കത്ത് ലഭിക്കുകയാണ്. ആ കത്ത് ലഭിച്ച ഉടനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. ചരിത്രങ്ങളിൽ കാണാം, ഹുസൈൻ റളിയല്ലാഹു അൻഹു പുറപ്പെടുന്നതിന് മുൻപ് ഒരുപാട് മുതിർന്ന സഹാബികളോട് കാര്യങ്ങൾ കൂടി ആലോചിക്കുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? കൂഫക്കാരെന്നെ വിളിക്കുന്നുണ്ട്, അവരെനിക്ക് ബൈഅത്ത് തരാം എന്നാണ് പറയുന്നത്. മുസ്ലിമിനെ വിട്ട് അന്വേഷിപ്പിച്ചു, അനുകൂലമായ സാഹചര്യമാണ്, 100,000-ഓളം ആളുകളുണ്ട്. സ്വഹാബികൾ ഒരേ ശബ്ദത്തിൽ പറഞ്ഞു, പോകരുത്, അവർ ചതിയുടെ ചരിത്രം ആവർത്തിക്കുന്നതിന് വേണ്ടിയാണ് താങ്കളെ വിളിക്കുന്നത്, അതുകൊണ്ട് താങ്കൾ ഒരിക്കലും പോകരുത് എന്ന് മുതിർന്ന സ്വഹാബികൾ ഒരേ ശബ്ദത്തിൽ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് പ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞു, അവർ നിങ്ങളെ നയിക്കുന്നത് യുദ്ധത്തിലേക്കും കലാപത്തിലേക്കുമാണ്. അവർ താങ്കളെ ആക്രമിക്കില്ല എന്ന്, താങ്കളെ ചതിക്കില്ല എന്ന് യാതൊരു ഉറപ്പുമില്ല. താങ്കൾ പോകാൻ പാടില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഓർമ്മപ്പെടുത്തി കൊടുത്തു, ഇറാഖിൽ നിന്ന് താങ്കളുടെ പിതാവായ അലി റളിയല്ലാഹു അൻഹുവിനുണ്ടായ ഉപദ്രവങ്ങൾ താങ്കൾക്കറിയാലോ, ഹസൻ റളിയല്ലാഹു അൻഹുവിനുണ്ടായ അനുഭവം താങ്കൾക്കറിയാമല്ലോ, അതുകൊണ്ട് അവരുടെ വഞ്ചന മറക്കരുത്,
താങ്കൾ പോകാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്ന് ഒരുപാട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു. അദ്ദേഹം വൈകാരികമായി ഇടപെട്ടു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, യബ്ന ബിൻതി റസൂലില്ലാഹ് ഇന്നഹും ലൻ യൻസുറൂക, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മകളുടെ മകനെ, അള്ളാഹു തന്നെയാണ് സത്യം, അവർ താങ്കൾ ഒരിക്കലും സഹായിക്കുകയില്ല. താങ്കൾ ഒരിക്കലും അങ്ങോട്ട് പോകരുത്. താങ്കളുടെ വാപ്പയെ കൊലപ്പെടുത്തിയ, താങ്കളുടെ സഹോദരനെ പുറത്താക്കിയ ചതിയന്മാരാണ് അവർ, അവരുടെ അരികിലേക്ക് പോകാൻ പാടില്ല എന്ന് മദീനയുടെ അതിർത്തി വരെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു നടന്നുകൊണ്ടേയിരുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഹുസൈൻ ഒരുപാട് തവണ പറഞ്ഞു കൊടുത്തിട്ടും ഹുസൈൻ റളിയല്ലാഹു അൻഹു പോകാമെന്ന് തന്നെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുസൈൻ താങ്കൾ പോകുന്നു എങ്കിൽ ഒറ്റക്ക് പോവുക, താങ്കൾ കുടുംബത്തെ കൂട്ടരുത്. കാരണം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭാര്യമാരുടെ മുന്നിൽ വെച്ച്, മക്കളുടെ മുന്നിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടതുപോലെ താങ്കളും കൊല ചെയ്യപ്പെടുമോ എന്ന് ഞാൻ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് താങ്കൾ പോകുകയാണെങ്കിൽ ഒറ്റക്ക് പോയിക്കോ, കുടുംബക്കാരെ കൊണ്ടുപോകരുത് എന്ന് ശക്തമായ രീതിയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം താക്കീത് കൊടുത്തു. ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പുറപ്പെട്ട വാർത്ത അറിഞ്ഞ് സ്വഹാബ വനിതകളിൽപ്പെട്ട അവരൊരു കത്ത് എഴുതി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക്. അവരാ കത്തിൽ പറയുന്നുണ്ട്, ഹുസൈൻ താങ്കൾ പോകരുത്, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ ബാബിലിൽ വച്ചാണ് ഷഹീദാവുക എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബാബിൽ എന്ന് പറഞ്ഞാൽ ബാബിലോണാണ്, അഥവാ ഇറാഖിലുള്ള സ്ഥലമാണ്. അപ്പോൾ ഇറാഖിൽ വെച്ച് താങ്കൾ ഷഹീദാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന ഒരു വാർത്ത കത്ത് മുഖേന അംറ ബിൻത് അബ്ദില്ല എന്ന സ്വഹാബി വനിത ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു ഞാൻ ഷഹീദാകുന്നത് ഇറാഖിലാണ് എന്ന് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ എന്തുകൊണ്ട് പിന്നോട്ട് നിൽക്കണം? ഷഹീദാകുന്നതിന് വേണ്ടി, അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വേണ്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു ധൃതി കൂട്ടി. അപ്പോൾ നോക്കൂ, ഒരിക്കലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ തീരുമാനത്തിനെ ആക്ഷേപിക്കാനോ കുറ്റം പറയാനോ പാടില്ല. കാരണം എന്താ? ഷഹീദാകുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ തീരുമാനത്തിലേക്കായി അദ്ദേഹം ധൃതി കൂട്ടുകയായിരുന്നു. ആ കത്ത് കിട്ടിയപ്പോൾ അദ്ദേഹം പറയണം, ഷഹീദാവുക എന്നുള്ളത് ഇറാഖിൽ വെച്ചാണെങ്കിൽ തീർച്ചയായും ഞാൻ ഇറാഖിലേക്ക് പോകണം, അതുകൊണ്ട് ഞാൻ പിന്നോട്ടില്ല, അങ്ങോട്ടേക്ക് തന്നെ പോവുകയാണ് എന്നതാണ് അദ്ദേഹം കൊടുത്ത മറുപടി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിനിടയിൽ കൂഫയിൽ വലിയ മാറ്റം സംഭവിക്കാനുണ്ടാകുന്നത്. എന്നാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ മാറ്റമൊന്നും അറിയാതെ പുറപ്പെട്ടു കഴിഞ്ഞു. കൂഫയിൽ യസീദിൻ്റെ ഗവർണറായ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് എന്തു ചെയ്തു? കൂഫയിലെ ഗോത്രത്തലവന്മാരെ, പ്രമാണിന്മാരെ അവരെ വിരട്ടി, അവരെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. അവരോട് പറഞ്ഞു, ഹുസൈനെ ബൈഅത്ത് ചെയ്താൽ നിങ്ങൾക്ക് ശക്തമായ കാര്യങ്ങൾ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞ് കൂഫക്കാരെ യസീദിൻ്റെ ഗവർണർ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് പേടിപ്പിച്ചു. അങ്ങനെ ഈ ഭീഷണിപ്പെടുത്തലിനെ വഴങ്ങിക്കൊണ്ട് കൂഫയിലെ പ്രമാണിമാർ, ഗോത്ര നേതാക്കന്മാർ ഒരൊറ്റ രാത്രി കൊണ്ട് കാലുമാറി. 1,00,000 ആളുകളുണ്ടെന്നാണ് പറഞ്ഞത്. 18,000 വരുന്ന കത്തുകൾ അയച്ച ആളുകൾ ഒന്ന് പേടിപ്പിച്ചപ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് കാലുമാറി. അവരെല്ലാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ നേരിടാൻ, ആക്രമിക്കാൻ, ചതിക്കാൻ ഒരൊറ്റ രാത്രി കൊണ്ട് അവർ തയ്യാറായി. ഇങ്ങനെ ഇവർ കാലുമാറിയപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു അയച്ച അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരനായ മുസ്ലിം ഇബ്നു അഖീലും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന 2 ആളുകളും അവർ തെരുവിലായി. അവർ തെരുവിൽ ഇറങ്ങി നടക്കാൻ തുടങ്ങി. അവർക്ക് അഭയം കൊടുക്കാൻ ആരുമില്ല.
അവരവസ്ഥ കണ്ട് ഒരു സാധാരണ മുസ്ലിമായ ഒരു സ്ത്രീ അവരെ വീട്ടിൽ കയറി പാർപ്പിച്ചു. ഇതറിഞ്ഞ കാലുമാറിയ ഗോത്രത്തിലെ ആളുകൾ അവരെ ഒറ്റിക്കൊടുത്തു. ആയിരക്കണക്കിന് വരുന്ന ആളുകളുടെ മുന്നിൽ വെച്ച് ഈ പറഞ്ഞ കൂഫയിലെ ഗവർണറായ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിൻ്റെ സൈന്യം മുസ്ലിം ഇബ്നു അഖീലിനെയും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന 2 ആളുകളെയും ക്രൂരമായി കൊന്നു. ഈ വിവരമൊന്നും ഹുസൈൻ റളിയല്ലാഹു അൻഹു അറിയുന്നില്ല. അദ്ദേഹം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വഴിയിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കാര്യം മനസ്സിലായി. മുസ്ലിം ഇബ്നു അഖീലും താൻ അന്വേഷിക്കാൻ വിട്ട മുസ്ലിം ഇബ്നു അഖീലും അതുപോലെ തന്നെ കൂടെയുള്ള 2 ആളുകളും കൊല്ലപ്പെട്ടു. കൂഫക്കാർ ഷിയാക്കൾ തന്നെ കത്തെഴുതി വിളിച്ചു വരുത്തിയ ആളുകൾ അവർ കാലുമാറിയിട്ടുണ്ട്, അവർ ചതിച്ചിട്ടുണ്ട് എന്ന വിവരം ഹുസൈൻ റളിയല്ലാഹു അൻഹു വഴിയിൽ വെച്ച് അറിയാൻ. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, ഇതാ നമ്മളെ കത്തെഴുതി വിളിച്ചു വരുത്തിയ ആളുകൾ നമ്മളെ ചതിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്തിരിഞ്ഞു പോകാനുള്ള ആളുകൾക്ക് പോകാം. അങ്ങനെ കുറച്ച് ആളുകൾ പിന്തിരിഞ്ഞു പോയി. എന്നാൽ മുസ്ലിം ഇബ്നു അഖീലിൻ്റെ കുടുംബക്കാർ അവർ പറഞ്ഞു, മുസ്ലിം ഇബ്നു അഖീലിന് വേണ്ടി പ്രതികാരം ചോദിക്കാതെ, വേണ്ടി വന്നാൽ അവന് വേണ്ടി മരിക്കാതെ ഞങ്ങൾ പുറകോട്ട് പോവുകയില്ല. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. പ്രതികാരം ചോദിക്കാതെ, അതുപോലെ തന്നെ വേണ്ടി വന്നാൽ മരിക്കാതെ ഞങ്ങൾ പുറകോട്ട് പോവുകയില്ല എന്ന ധാരണയിൽ മുന്നോട്ട് പോയി. കുറച്ച് മുന്നോട്ടെത്തുമ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂടെയുള്ള ആളുകളോട് ചോദിക്കുന്നുണ്ട്, ഏതാണ് ഇനി വരാനുള്ള സ്ഥലം? അപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞു, കർബല എന്ന സ്ഥലമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, കർബുൻ വബലാഉൻ, ഇനി നേരിടാനുള്ളത് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ്, നേരിടാൻ അതല്ലാതെ വേറെ വഴിയില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ് മുസ്ലിം ഇബ്നു അഖീൽ അയച്ച കത്ത് ലഭിച്ചു. ആ കത്തിലുള്ളത് എന്താ? ഹുസൈൻ, കൂഫക്കാർ നമ്മളെ ചതിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒരിക്കലും ഇങ്ങോട്ട് വരരുത്, പിന്തിരിഞ്ഞു പോയിക്കൊള്ളണം. ഹുസൈൻ റളിയല്ലാഹു അൻഹു കുടുംബക്കാർക്ക് ഈ കത്ത് ഉറക്കെ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. കുടുംബക്കാർ പറഞ്ഞു, നമ്മൾ കരാറിലായതാണ്, ഇനി പിന്തിരിയാൻ പാടില്ല, മുസ്ലിമിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ മരിക്കാതെ പിന്തിരിയാൻ പാടില്ല എന്ന കരാർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് അവർ ഓർമ്മിപ്പിച്ചു കൊടുത്തു. അപ്പോൾ നോക്കൂ, കുറച്ചുകൂടി നീങ്ങി കർബലയിലെത്തിയപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു കാണുന്നത് എന്താണ്? തങ്ങളെ കത്തയച്ച് വിളിച്ചു വരുത്തിയ ആളുകൾ, ജനങ്ങൾ, കൂഫക്കാർ, അവർ തങ്ങൾക്കെതിരിൽ വാളുയർത്തി ആക്രോശിച്ചുകൊണ്ട് വരുന്നതാണ് അദ്ദേഹം കാണുന്നത്. നോക്കൂ, ഷിയാക്കളുടെ, കൂഫക്കാരുടെ ചതി നിങ്ങൾ നോക്കൂ. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ വിളിച്ചു വരുത്തിയിട്ടാണ് ഞങ്ങൾ വരുന്നത്, കത്തെഴുതിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. അവരൊന്നടങ്കം കത്തയച്ചതിനെ നിഷേധിച്ചു, ഞങ്ങൾ കത്തയച്ചിട്ടില്ല എന്ന് കളവ് പറഞ്ഞു. ഇപ്പോൾ കത്തെഴുതി വിളിച്ചു വരുത്തിയ ആളുകൾ തങ്ങൾക്ക് നേരെ വാളുയർത്തി വരുന്നത് കണ്ടപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, നിങ്ങൾ കത്തയച്ചത് കൊണ്ടാണ് ഞങ്ങൾ വന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ഒരു കത്ത് തന്നെ അയച്ചിട്ടില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു അവർക്ക് ചില കത്തുകൾ കാണിച്ചു കൊടുത്തപ്പോൾ അവർ തൽക്കാലം ഒന്ന് ഒതുങ്ങി. ഇവരുടെ വഞ്ചന ഹുസൈൻ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി എന്നറിഞ്ഞവർ കുറച്ചൊന്ന് ഒതുങ്ങി. ഈ സന്ദർഭത്തിൽ യസീദിൻ്റെ ഗവർണറായ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് 4000-ൽ പരം വരുന്ന സൈന്യത്തിനയച്ചു. ആ സൈന്യത്തിൻ്റെ തലവൻ ഉമർ എന്ന് പേരുള്ള ഒരാളാണ്. അയാൾ വന്ന് ആദ്യം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് കാര്യങ്ങൾ സംസാരിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ഗവർണറെ നേരിട്ട് വന്ന് സംസാരിക്കണം. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സംസാരിക്കാൻ ഞാൻ തയ്യാറല്ല,
എനിക്ക് 3 നിബന്ധനകൾ പറയാനുണ്ട്. ആ 3-ലേതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഒന്ന്, ഞാൻ മക്കയിലേക്ക് തിരിച്ചു മടങ്ങാം, എന്നെ തിരിച്ചു പോകാൻ അനുവദിക്കണം. രണ്ടാമത്തേത്, എന്നെ യസീദിൻ്റെ അരികിലേക്ക് പറഞ്ഞയക്കണം, യസീദിനെ നേരിൽ കണ്ട് ഞാൻ ബൈഅത്ത് ചെയ്യാം. മൂന്നാമത്, ഗവർണറായ ഉബൈദ് അയച്ച ഈ സൈന്യം, ആ സൈന്യത്തിൽ ഞാൻ ചേരാം, യൂഫ്രട്ടീസിൻ്റെ കാവൽക്കാരനായി യസീദിന് ബൈഅത്ത് നൽകി ഞാൻ ഈ സൈന്യത്തിൽ കൂടാം. ഈ 3 നിബന്ധനകൾ സൈന്യത്തലവനായ ഉമറിനോട് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. ഉമർ ഗവർണറോട് പോയി പറഞ്ഞു, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ 3 നിബന്ധനകളാണ് പറയുന്നത്. ഈ 3 നിബന്ധനകൾ കേട്ടപ്പോൾ ഗവർണറായ യസീദിൻ്റെ ഗവർണറായ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിനും യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഗവർണറുടെ സുഹൃത്തായ ഷിയാക്കളിൽപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കത്തയച്ച് വിളിച്ചു വരുത്തുന്നതിൽ പ്രധാനിയായ ഒരുവനുണ്ടായിരുന്നു, ഷംർ എന്ന പേരുള്ളവൻ. അവൻ പറഞ്ഞു, ഈ 3 നിബന്ധനകളും ഉബൈദ് താങ്കൾ സ്വീകരിക്കരുത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടും കൂടെ വന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബക്കാരോടും കീഴടങ്ങാൻ പറയണം, എന്നിട്ട് അടിമകളാക്കി വെക്കാം. ഇതാണ് പറയേണ്ടത്. അതല്ലാതെ ഈ 3 നിബന്ധനകൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്വീകരിക്കാൻ പാടില്ല. ഇത് യസീദ് എടുത്ത തീരുമാനമോ അദ്ദേഹത്തിൻ്റെ ഗവർണറായ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് എടുത്ത തീരുമാനമല്ല. എന്നാൽ അവിടെ ഫിത്നയുണ്ടാക്കിയത് ഈ ഷിയ ആയ ഇവനാണ്, ഷംറാൻ. അവൻ ഗവർണറുടെ സുഹൃത്താണ്, മാത്രമല്ല കത്തെഴുതി വിളിച്ചു വരുത്തിയ ആളുകളിൽ പ്രധാനിയുമാണ്. അവൻ്റെ ഇടപെടൽ കാരണം ഈ 3 നിബന്ധനകൾ സ്വീകരിക്കാൻ പറ്റില്ല, നേരെ മറിച്ച് കീഴടങ്ങണം, അതല്ലെങ്കിൽ യുദ്ധമുണ്ടാകും എന്ന് ഷംർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വിവരം അറിയിച്ചു. ഒന്നുക്കു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി കീഴടങ്ങുക, ഇവർക്ക് അടിമയായി കീഴടങ്ങുക എന്നുള്ളത് ഒരിക്കലും നടക്കൂല. ഹുസൈൻ റളിയല്ലാഹു അൻഹു അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുത്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികളിൽ ഇനി അവശേഷിക്കുന്നത് ഞാൻ മാത്രമാണ്. എന്നെ നിങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്, എന്നോട് നിങ്ങൾ യുദ്ധം ചെയ്യുകയാണ്, നിങ്ങൾ പരിശോധിക്കണം. എന്നാൽ അവർ യുദ്ധത്തിന് തയ്യാറായി. അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നതൊന്നും ചെവി കൊടുത്തില്ല, അതിനൊന്നും ചെവി കേട്ടില്ല. അവർ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി. അങ്ങനെ അവർ അക്രമങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങി. ഒരു പകൽ മുഴുവൻ അവർ ആക്രമിക്കുകയും അഹ്ലുൽ ബൈത്തിൽപ്പെട്ട 72ഓളം ആളുകൾ ഷഹീദാവുകയും ചെയ്തു. ഒരു പകൽ മുഴുവൻ അവർ യുദ്ധം ചെയ്തിരുന്നില്ല, അവർ മരിച്ചു വീഴുമായിരുന്നു. കാരണം അപ്പുറത്ത് കൂഫക്കാരുടെ 5000-ൽ വരുന്ന വലിയ സൈന്യമാണുള്ളത്. എങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാഗത്ത് വെറും 72 ആളുകൾ. എന്തു ചെയ്യാനാകും? മരിച്ചു വീഴുക എന്നുള്ളതല്ലാതെ യുദ്ധം ചെയ്യാൻ അവർ നിന്നില്ല. ഒരു പകൽ മുഴുവൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായി നേരിടാൻ ആർക്കും ധൈര്യം വന്നില്ല. എന്നാൽ നേരത്തെ പറഞ്ഞ ഷംർ എന്ന് പറയുന്ന കൂഫയിലെ ഷിയാക്കളിൽ പ്രധാനപ്പെട്ട കട്ടെഴുതിയ ആളുകളിൽ പ്രധാനപ്പെട്ട ഷംറാണ് ആളുകൾക്കിടയിൽ വിളിച്ചു പറഞ്ഞത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി വിളിച്ചു പറഞ്ഞു സൈനികന്മാരോട്. 1, 2, 3 ആളുകൾ ചെന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരൊക്കെ വാളുകൊണ്ട് തടഞ്ഞു, അവരൊക്കെ വാളിനിരയാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ ഷംർ യുദ്ധക്കളത്തിലേക്ക് ചാടി വരികയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആ ഷിയ ആയ അവൻ വെട്ടി വീഴ്ത്തുകയും ചെയ്തു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ദാരുണമായി കൊല ചെയ്യപ്പെട്ടു. തൻ്റെ മക്കളുടെ മുന്നിൽ വെച്ച്, ഭാര്യമാരുടെ മുന്നിൽ വെച്ച് അദ്ദേഹം അവിടെ മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത്. ചരിത്രത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായിക്കണം, ഹുസൈൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ദേഹം പരിശോധിച്ചപ്പോൾ 30-ൽ കൂടുതൽ വെട്ടുകളും മുറിവുകളും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. ദാരുണമായി അദ്ദേഹത്തിനെ കൊല ചെയ്തു.
കൊല്ലപ്പെട്ടതിന് ശേഷം വേറൊരു കൂഫക്കാരിലെ ഷിയാക്കളിൽപ്പെട്ട സിനാൻ ഇബ്നു അനസ് എന്ന പേരുള്ളവൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തല അറുത്തുമാറ്റി. എന്നിട്ട് ഗവർണറായ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിൻ്റെ മുന്നിൽ കാഴ്ചവെച്ചു. ഇങ്ങനെ ക്രൂരമായി ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഹിജ്റ 61 മുഹറം 10 അദ്ദേഹം ഒരു നോമ്പുകാരനായിരിക്കെയാണ് അദ്ദേഹത്തിനെ ഈ രൂപത്തിൽ കൊല ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മക്കളിൽപ്പെട്ട അലിയുൽ അക്ബറും അബ്ദുള്ളയും അദ്ദേഹത്തിനോടൊപ്പം കർബലയിൽ ഷഹീദായി. അവശേഷിച്ചത് അലിയുൽ അസ്ഗർ, അലി സൈനുൽ ആബിദീൻ എന്നറിയപ്പെട്ട അലിയുൽ അസ്ഗർ മാത്രമാണ് അവശേഷിച്ചത്. ബാക്കി ഒരുപാട് ആളുകൾ അവർ കൊന്നു. നോക്കൂ, അലി റളിയല്ലാഹുവിൻ്റെ തന്നെ മക്കളായ അബൂബക്കർ, ഉസ്മാൻ, മുഹമ്മദ്, ഈ 3 പേരും, ഹുസൈൻ റളിയല്ലാഹു അൻഹു അടക്കം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ 4 മക്കൾ കർബലയിൽ ഷഹീദായി. അപ്പോൾ നോക്കൂ നിങ്ങൾ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളുടെ പേരെന്താണ്? അബൂബക്കർ, ഉസ്മാൻ, മുഹമ്മദ്. ഷിയാക്കൾ നാടൊട്ടാകെ പ്രചരിപ്പിക്കുന്ന കാര്യം എന്താ? അലി റളിയല്ലാഹു അൻഹുവിന് കിട്ടേണ്ട ഭരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കട്ടെടുത്തുകയും അതുപോലെ തന്നെ തട്ടിയെടുക്കുകയും അലി റളിയല്ലാഹു അൻഹുവിന് കിട്ടേണ്ട കാര്യങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു എന്നാണ്. പക്ഷെ സ്വഹാബികൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവും വലിയ ബന്ധത്തിലായിരുന്നു എന്ന് തെളിയിക്കുന്ന കാര്യമാണിത്. അലി റളിയല്ലാഹു അൻഹു മക്കൾക്ക് പേരിട്ടത് അബൂബക്കർ എന്നാണ്, ഉസ്മാനി എന്നാണ്. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ശത്രുവായി, ഷിയാക്കളുടെ വലിയ ശത്രുവായി ഇവർ പ്രഖ്യാപിച്ച സഹാബിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് തൻ്റെ മകളായ ഉമ്മു കുൽസൂമിനെയാണ് അലി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതാണ് യാഥാർത്ഥ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളും അവിടുത്തെ കുടുംബക്കാരും വലിയ അടുപ്പത്തിലും ഇഷ്ടത്തിലുമായിരുന്നു. എന്നാൽ ചരിത്രം അതിൽ തിരുമറി കാട്ടിയതും അതിൽ വഞ്ചന നടത്തിയതും ഷിയാക്കളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതുപോലെ തന്നെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മക്കളായ ഔനും അബ്ദുള്ളയും കർബലയിൽ ഇവരോടൊപ്പം ഷഹീദായി എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി കൊന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ തല വെട്ടിമാറ്റി യസീദിൻ്റെ അരികിലേക്ക് കൊണ്ടുവരപ്പെട്ടു. യസീദിൻ്റെ അരികിൽ വരപ്പെട്ടപ്പോൾ യസീദും അദ്ദേഹത്തിനോടൊപ്പമുണ്ടായിരുന്ന മറ്റ് പണ്ഡിതന്മാരും ആ തലയിലെ ചുണ്ട് സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ എത്ര ചുംബനങ്ങൾ ഏറ്റുവാങ്ങിയ തലയും ചുണ്ടുകളുമാണിത്, ഇത് നിങ്ങൾ വെട്ടിമാറ്റിയല്ലോ എന്ന് പറഞ്ഞ് അവർ വിലപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരിക്കലും യസീദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുവാൻ വേണ്ടി കൽപ്പിച്ചിട്ടില്ല. അദ്ദേഹം അനുമതി നൽകുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല. യസീദ് തൻ്റെ ഗവർണറായ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിനോട് പറഞ്ഞത് എന്ത് മാത്രമാണ്? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിങ്ങൾ ബയ്യാത്ത് വാങ്ങിക്കണം, കൂഫക്കാരും ഹുസൈൻ റളിയല്ലാഹു അൻഹുമായി നിങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നത് നിങ്ങൾ പരിഹരിക്കണം. ഈ കാര്യം മാത്രമാണ് യസീദ് ഗവർണറോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഗവർണറും അവൻ്റെ ചങ്ങാതിമാരുമായ കൂഫക്കാരിലെ ഷിയാക്കളുമാണ് ഈ വലിയ ക്രൂരത കാണിച്ചിട്ടുള്ളത്. ഒരിക്കലും യസീദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുവാൻ, കൊല്ലുവാൻ ആഗ്രഹിച്ചിട്ടില്ല. കാരണം അങ്ങനെ ഒരു ആഗ്രഹം, ഉദ്ദേശം ഉണ്ടായിരുന്നു എങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് കൂഫയിലേക്ക് യാത്ര ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് തന്നെ അത് ചെയ്യാമായിരുന്നു. കാരണം എന്താ, യസീദിൻ്റെ ഭരണത്തിന് കീഴിലുള്ള സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളൊക്കെയും. മദീന മുതൽ ഈ പറഞ്ഞ കൂഫ വരെ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയുടെ ഇടയിൽ എവിടെ നിന്ന് വേണമെങ്കിലും വധിക്കായിരുന്നു. പക്ഷെ യസീദ് അത് ഉദ്ദേശിച്ചിട്ടില്ല. മാത്രമല്ല യസീദ് സമ്മതം മൂളിയിട്ടോ അറിഞ്ഞിട്ടോ ഇല്ല.
കാരണം യസീദ് ദിമഷ്കിലാണ്, സംഭവം നടക്കുന്നത് എവിടെയാണ്? കർബലയിലാണ്. അപ്പോഴപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, തത്സമയം കർബലയിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങൾ ദിമഷ്കിലുള്ള യസീദ് അറിഞ്ഞിരുന്നില്ല. ഇത് ഷിയാക്കളുടെ കുതന്ത്രം കാരണം അവർ എടുത്തുചാടി ചെയ്ത വലിയ കൊലപാതകമാണ്, വലിയ ക്രൂരതയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തോട് ഈ സംഭവത്തിന് ശേഷം യസീദ് വളരെ മാന്യമായി കൊണ്ടാണ് പെരുമാറിയത് എന്ന് ചരിത്ര പണ്ഡിതന്മാർ അവർ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. മാത്രമല്ല, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇവരുടെ കുതന്ത്രം കാരണം കൊല്ലപ്പെട്ട വിവരം യസീദ് അറിയുമ്പോൾ ഉടനെ തന്നെ പരസ്യമായി അദ്ദേഹത്തിൻ്റെ ഗവർണറായ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിനെ പരസ്യമായി അദ്ദേഹം ശപിച്ചു, പരസ്യമായി ശാപപ്രാർത്ഥന നടത്തി. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരികയില്ല, നിങ്ങൾ നശിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ശപിച്ചു. ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് എന്ന തൻ്റെ ഗവർണറെ ശപിച്ചതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ശാപമുള്ളത് കൊണ്ട് തന്നെ കാലം അധികം മുന്നോട്ട് പോയില്ല. ഹിജറ 61 ഹുസൈൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു എങ്കിൽ ഹിജറ 67 ഹുസൈൻ റളിയല്ലാഹു അൻഹു എങ്ങനെ കൊല്ലപ്പെട്ടു അതുപോലെ ക്രൂരമായി ഈ ഗവർണറും കൊല്ലപ്പെട്ടതായി ഇമാം അദ്ദഹബി അദ്ദേഹത്തിൻ്റെ സിയർ അലാമിൻ നുബലായിൽ രേഖപ്പെടുത്തുന്നതായി കാണാൻ സാധിക്കും. ശത്രുക്കളാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു എങ്ങനെ കൊല്ലപ്പെട്ടു അതുപോലെ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദും ശത്രുക്കളാൽ കൊല്ലപ്പെട്ടു. അയാളുടെ തല അത് അറുത്തു മാറ്റപ്പെട്ടു. ആ അറുത്തു മാറ്റപ്പെട്ട ആ തലയിൽ പാമ്പ് വന്ന് കൊത്തുകയും ചെയ്തു എന്ന് ഇമാം അദ്ദഹബി സിയറിൽ ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. അപ്പോൾ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളെ തൊട്ട് കളിച്ചാൽ ഈ രൂപത്തിലായിരിക്കും അവർക്കുണ്ടാകുന്ന പര്യവസാനം എന്നതിന് പണ്ഡിതന്മാർ ഉദാഹരണം പറയുകയാണ് ഈ ഒരു സംഭവത്തിലൂടെ. ഇനി നോക്കൂ, യസീദ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തിലാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു, അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തുവാൻ കൽപ്പിച്ചിട്ടോ അദ്ദേഹം അംഗീകരിച്ചിട്ടോ അനുമതി നൽകിയിട്ടോ ഇല്ല. അദ്ദേഹത്തിനോടുള്ള നമ്മളുടെ അഹ്ലുസുന്നയുടെ നിലപാട് എന്താണ്? ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, യസീദ് സ്വഹാബിയല്ല. യസീദ് സ്വഹാബിയല്ല. അദ്ദേഹം സ്വഹാബിയായ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. യസീദ് ജനിക്കുന്നത് തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. പിന്നെ എങ്ങനെ സ്വഹാബിയാകുക? അപ്പം അതുകൊണ്ട് അദ്ദേഹം സ്വഹാബിയല്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാപ്പ സ്വഹാബിയാണ്. അതുകൊണ്ട് ഷിയാക്കൾ അവർ പ്രചരിപ്പിക്കുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തിൻ്റെ കാരണക്കാർ അവർ മുആവിയ റളിയല്ലാഹു അൻഹും അദ്ദേഹത്തിൻ്റെ മകനും അതുപോലെ തന്നെ അവരൊക്കെ ഭരണത്തിലേറാൻ അനുമതി കൊടുക്കുകയും ചെയ്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒക്കെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തിൻ്റെ കാരണക്കാരെന്ന് ആണ് പിന്നെ ഷിയാക്കൾ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ പറഞ്ഞു, യസീദ് അദ്ദേഹം ഈ കൊലപാതകത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നേരിട്ട് ഇടപെട്ടിട്ടില്ല. അദ്ദേഹം അനുവദിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. യസീദ് അദ്ദേഹം സ്വഹാബിയല്ല. എന്നാൽ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വഹാബിയാണ്, പ്രമുഖനായ സ്വഹാബിയാണ്, ഒരുപാട് ശ്രദ്ധതയുള്ള സ്വഹാബിയാണ്. ആ സ്വഹാബിയെ ഈ കാര്യത്തിൽ ആക്ഷേപിക്കുവാനോ വെറുക്കുവാനോ പാടില്ല. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ സ്നേഹിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അദ്ദേഹത്തിനെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിൽപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിന് വെറുക്കൽ കുഫ്റാണ്, ഹറാമാണ്. എന്നാൽ യസീദിനെ കുറിച്ചുള്ള നിലപാട് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ലാ നുഹിബ്ബുഹു വലാ നസുബ്ബുഹു. നമ്മൾ യസീദിനെ സ്നേഹിക്കുന്നുമില്ല, നമ്മൾ യസീദിനെ കുറ്റപ്പെടുത്തുന്നുമില്ല. നമ്മൾ യസീദിനെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് വേദനാജനകമായ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നേരിട്ട് അദ്ദേഹം ഇടപെട്ടിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ
ചില മോശമായ കാര്യങ്ങൾ സംഭവിച്ചതുകൊണ്ട് അദ്ദേഹത്തിനെ നമ്മൾ സ്നേഹിക്കുന്നില്ല. വലാ നസുബ്ബുഹു, അദ്ദേഹത്തിനെ നമ്മൾ അതിരുകവിഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്യുന്നില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, യസീദിനെ വലിയ വലിയുൻ സാലിഹ്, വലിയ വലിയായി ചിത്രീകരിക്കുവാൻ പാടില്ല. മാത്രമല്ല അദ്ദേഹം കാഫിറും മുനാഫിഖുമാണ് എന്ന് പറയാനും പാടില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ലാ തസിദ് വലാ തൻഖുസ്, നീ കുറക്കുവാനോ കൂട്ടുവാനോ പാടില്ല. യസീദിനെ പുകഴ്ത്തുകയും യസീദിനെ പുകഴ്ത്തുന്ന വിഷയത്തിൽ അതിര് കവിയാനും പാടില്ല. യസീദിനെ ആക്ഷേപിച്ച് അദ്ദേഹം കാഫിറും മുനാഫിഖുമാണ് എന്ന് അതിര് കവിഞ്ഞ് അദ്ദേഹത്തിനെ താഴ്ത്തി പറയാനും പാടില്ല. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഈ യസീദിൻ്റെ വിഷയത്തിലുള്ള നിലപാട് എന്ന് ഉലമാക്കൾ വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഖിലാഫത്ത് അത് പിടിച്ചെടുക്കാൻ സ്വയം ഇറങ്ങിത്തിരിച്ചൊരു വിപ്ലവകാരിയായിരുന്നില്ല. ഷിയാക്കൾ അങ്ങനെയാണ് ഇതിനെ ചിത്രീകരിക്കുന്നത്. കർബലയുടെ ചരിത്രത്തിനെ ഷിയാക്കൾ ചിത്രീകരിക്കുന്നത് ഈ രൂപത്തിലാണ്. ക്രൂരനായ ഭരണാധികാരിയായ യസീദിനെതിരെ പുറപ്പെട്ട് വിപ്ലവം നടത്തിയതാണ് യഥാർത്ഥത്തിൽ കർബലയുടെ ചരിത്രമെന്നാണ് ഷിയാക്കൾ പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു സ്വയം ഭരണം പിടിച്ചെടുക്കാൻ ഇറങ്ങി തിരിച്ചതാണോ? അല്ല, കത്തെഴുതി വിളിച്ചു വരുത്തി കൊന്നതാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഭരണം പിടിച്ചെടുക്കാനാണ് ഉദ്ദേശിച്ചത് എങ്കിൽ കർബലയിലേക്ക് ആയിരുന്നില്ല പോകേണ്ടത്. നേരെ മറിച്ച് ദിമഷ്കിൽ യസീദിൻ്റെ അടുക്കലേക്കാണ് പോകേണ്ടിയിരുന്നത്. പക്ഷെ ഇവർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർബലയിലേക്ക് പോയത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഖിലാഫത്ത് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി പോയതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നോക്കൂ, ഷിയാക്കൾ അവർ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി കൊലപ്പെടുത്തുകയും അവർ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തിൽ വിലാപം നടത്തുകയും ദുഃഖാചരണം നടത്തുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എന്താ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു പ്രത്യേക വിലാപവും ദുഃഖാചരണവും എന്താണ്? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഇവരുടെ വലിയ നേതാവല്ലേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു? അദ്ദേഹവും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടില്ലേ? എന്താ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ ദുഃഖാചരണം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ഇവരുടെ കൈകളാൽ, ഷിയാക്കളുടെ കൈകളാൽ തന്നെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഇവരുടെ വഞ്ചനയും കുറ്റബോധവും മറച്ചു വെക്കുന്നതിന് വേണ്ടിയും അത് സ്വഹാബികളിലേക്ക് ചേർത്തി സ്വഹാബികളെ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താൻ, അതിൻ്റെ പ്രതികാരം ചോദിച്ചുകൊണ്ട് കണക്കില്ലാതെ സുന്നികളായ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുവാൻ വേണ്ടിയാണ് ഇവർ ഈ നടത്തുന്ന നാടകങ്ങളും അഭിനയങ്ങളുമെല്ലാം. ഇപ്പം മനസ്സിലായോ എന്താണ് ഇവർക്ക് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് ഇവരാണ്. ഇവർ തന്നെയാണ് ദുഃഖാചരണം നടത്തുന്നത്. എന്താ അതിൻ്റെ പിന്നിൽ ലക്ഷ്യം? ഇവരുടെ ഈ ക്രൂരത, വഞ്ചന മറച്ചു വെക്കാൻ, അത് സ്വഹാബികളിലേക്ക് ചേർത്തി വെച്ച് സ്വഹാബികളെ കുറ്റപ്പെടുത്താൻ, പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള പ്രതികാരം എന്ന പേരിൽ ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നെടുക്കുവാനുമാണ് ഇവർ ഈ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നോക്ക്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് അലി സൈനുൽ ആബിദീൻ. കർബലയിൽ ഷഹീദാകാതെ അവശേഷിച്ച അലി സൈനുൽ ആബിദീൻ അദ്ദേഹം പറയണം. നോക്കൂ, അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇന്നഹ ഉലൈ യബ്കൂന അലൈന ഫമൻ ഖതലന ഗൈറഹും. ഈ പറഞ്ഞ ഷിയാക്കൾ ഞങ്ങളുടെ ആളുകളാണ് എന്ന് വാദിക്കുന്ന, അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും മക്കളുടെയും ആളുകളാണെന്ന് വാദിക്കുന്ന ഇവർ ഞങ്ങളുടെ കാര്യത്തിൽ കരയുന്നു. ഫമൻ ഖതലന ഗൈറഹും, ഇവരല്ലാതെ ഞങ്ങളെ കൊന്നത് മറ്റാരാണ് എന്ന് അദ്ദേഹം പറയാണ്. അദ്ദേഹം പറയുന്നത് നോക്കൂ, ഹൽ തഅലമൂന അന്നകും കതബ്തും ഇലാ അബി വഖദഅതുമൂഹു.
ഷിയാക്കളെ, ഞങ്ങളുടെ പേരിൽ കരയുന്ന ഷിയാക്കളെ, നിങ്ങൾക്കറിയുമോ, നിങ്ങൾ തന്നെയാണ് എൻ്റെ വാപ്പയിലേക്ക് കത്തുകളയച്ച് അദ്ദേഹത്തിനെ ചതിച്ചത്, നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തന്നെ എൻ്റെ വാപ്പയോട് കരാറിലാവുകയും എന്നിട്ട് അദ്ദേഹത്തിന് ബൈഅത്ത് നൽകുകയും നിങ്ങൾ ചെയ്തു. ആ ബൈഅത്ത് നിങ്ങളുടെ പിരടിയിൽ ഉണ്ടായിരിക്കെ തന്നെ നിങ്ങൾ എൻ്റെ വാപ്പയോട് യുദ്ധം ചെയ്യുകയും എൻ്റെ വാപ്പയെ ചതിക്കുകയും ചെയ്ത് നിങ്ങളാണ്. ആ ചരിത്രം നിങ്ങൾക്കറിയുമോ എന്ന് അലി സൈനുൽ ആബിദീൻ അദ്ദേഹം ഈ ഷിയാക്കൾ നോക്കി പറയുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ നോക്കൂ, ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിൽ ഷിയാക്കൾ മാത്രമാണ് ഉത്തരവാദികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവരെത്ര വഞ്ചന നടത്തിയാലും, ചരിത്രത്തിൽ തിരിമറി നടത്തിയാലും അവരുടെ ആ രക്തക്കറ അതൊരിക്കലും മായ്ഞ്ഞു പോവുകയില്ല. അവരല്ലാഹുവിൻ്റെ ശിക്ഷക്ക്, അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരകളാകുന്നതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഖുതില ഹുസൈൻ റളിയല്ലാഹു അൻഹു മദ്ലൂമൻ ഷഹീദൻ. ആക്രമിക്കപ്പെട്ടവനായ നിലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായി കൊല്ലപ്പെട്ടു. വഖത്ലുഹു കാന മഅസിയതൻ ലില്ലാഹി വറസൂലിഹി മിനല്ലദീ ഖതലഹു ഔ അആന അലാ ഖത്ലിഹി ഔ റളിയ ബിഖത്ലിഹി. അദ്ദേഹത്തിൻ്റെ കൊലപാതകം അത് അള്ളാഹുവിനോടുള്ള വലിയ ധിക്കാരമായിരുന്നു, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള വലിയ ധിക്കാരമായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നയാളുകൾ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തിൽ സഹായികളായ ആളുകൾ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തിൽ തൃപ്തിയടഞ്ഞ ആളുകൾ, അവർ അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് അർഹരാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകം മുസ്ലിമീങ്ങൾക്ക് സംഭവിച്ച വലിയ മുസീബത്താണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അപ്പോൾ നോക്കൂ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആളുകളാണ്, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഷിയാക്കൾ, അവർക്കെതിരിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരുടെ വഞ്ചന തിരിച്ചറിഞ്ഞപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞ ഷിയാക്കൾക്കെതിരെ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ആളുകളാണെന്ന് പറഞ്ഞ് അവരുടെ പേരിൽ കക്ഷി ചേർന്ന ഷിയാക്കൾ അവർക്കെതിരിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്നെ പ്രാർത്ഥിച്ചതായി കാണാം. അല്ലാഹുമ്മ ഇൻ മത്തഅതഹും ഇലാ ഹീനിൻ ഫഫർരിഖ്ഹും തഫ്രീഖ. അല്ലാഹുവേ, നീ ഇവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവേ ഇവരെ നീ ഭിന്നിപ്പിക്കണമേ. വജ്അൽഹും അലാ തറായിഖ ഖിദദ. അല്ലാഹുവേ ഇവരെ നീ ഐക്യത്തിൽ ഒരിക്കലും ആക്കരുതേ. വലാ തുർദിൽ വുലാതു അൻഹും അബദ. ഇവരുടെ ഭരണാധികാരികൾക്ക് ഇവരിൽ യാതൊരു തൃപ്തിയും ഉണ്ടാക്കരുതേ. ഫഇന്നഹും ദഅൗനാ ലിയൻസുറൂന. കാരണം ഇവർ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചു വരുത്തി. സുമ്മ അദൗ അലൈനാ ഫഖതലൂനാ. പിന്നീട് ഞങ്ങൾക്ക് എതിരിൽ ഇവർ ശത്രുത പ്രഖ്യാപിക്കുകയും ഞങ്ങൾക്കെതിരിൽ ഇവർ യുദ്ധം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെ നശിപ്പിക്കണേ അല്ലാ എന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇവർക്കെതിരിൽ ശാപപ്രാർത്ഥന നടത്തിയതായി കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ശാപപ്രാർത്ഥനകൾക്ക് ഈ പറഞ്ഞ ഷിയാക്കൾ ഇരയായിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ് സുകൈന. അവർ പറഞ്ഞ കൂഫക്കാരായ ഷിയാക്കൾക്ക് എതിരിൽ സുകൈന അവർ പറഞ്ഞ ചില വാചകങ്ങൾ നോക്കൂ നിങ്ങൾ. ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ അൽ ബിദായത്ത് വൻ നിഹായ എന്ന കിതാബിൽ ഉദ്ധരിക്കാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മകൾ പറയണ, അല്ലാഹു യഅലമു അന്നി ഉബഗിദുക്കും. ഞങ്ങളുടെ കക്ഷികളാണെന്ന് പറയുന്നവരെ അള്ളാഹു തന്നെയാണ് സത്യം, ഞാൻ നിങ്ങളെ വെറുക്കുന്നു. ഖതൽതും ജദ്ദി അലിയൻ. നിങ്ങൾ എൻ്റെ വല്ലിപ്പയായ അലിയെ കൊന്നുകളഞ്ഞു. വ അബി അൽ ഹുസൈൻ. എൻ്റെ വാപ്പയായ ഹുസൈനിനെയും ഷിയാക്കളെ നിങ്ങൾ കൊന്നുകളഞ്ഞു. വ അഖി വ അമ്മി വ സൗജി. എൻ്റെ സഹോദരനെയും എൻ്റെ പിതൃവ്യനെയും എൻ്റെ ഭർത്താവിനെയും നിങ്ങൾ കൊന്നുകളഞ്ഞു. ഐതംതുമൂനി സഗീറത്തൻ. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എന്നെ നിങ്ങൾ യതീമാക്കി, അനാഥയാക്കി.
വഅർമൽതുമൂനി കബീറതൻ, ഞാൻ പ്രായമായപ്പോൾ എന്നെ നിങ്ങൾ വിധവയാക്കി, ഫതബ്ബല്ലക്കും, നിങ്ങൾക്ക് നാശം, വലിഗദ്രിക്കും, നിങ്ങളുടെ ചതിയും നിങ്ങളും നശിച്ചു പോകട്ടെ, തുലയട്ടെ എന്ന് വേദനയോടുകൂടി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ ഇവർക്കെതിരിൽ ശാപപ്രാർത്ഥന നടത്തുകയാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവും ഇവർക്കെതിരിൽ ഇവരെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, യസ്ഉമൂന അന്നഹും ലീ ശിയഅത്തുൻ, ഇവർ പറയുന്നത് ഇവർ ഞങ്ങളോട് കക്ഷി ചേരുന്ന, ഞങ്ങളോട് പ്രത്യേകം സ്നേഹമുള്ള ഞങ്ങളുടെ ആളുകളാണ് എന്നാണ് ഈ ഷിയാക്കൾ വാദിക്കുന്നത്. എന്നാൽ ഇബ്തഗൗ ഖത്ലി, അവരെന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ്. വൻതഹബു സഖലി, എൻ്റെ വസ്തുവകകൾ മോഷ്ടിച്ച ആളുകളാണ് ഇവർ. വഅഖദു മാലി, എൻ്റെ സമ്പാദ്യം കൊള്ളയടിച്ച ആളുകളാണ് ഇവർ. എന്നിട്ട് ഹസൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇവർ എന്നെയും എൻ്റെ കുടുംബത്തെയും കൊല്ലുന്നതിന് മുൻപ് മുആവിയയുമായി ഒരു കരാറിൽ ഏർപ്പെടുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഹൈറായിട്ടുള്ളത്. ഇവരെൻ്റെ ആളുകളാണെന്ന് പറയുന്നു, എന്നിട്ട് ഇവർ എന്നെ ചതിക്കുന്നു. ഞാനെങ്ങാനും മുആവിയക്കെതിരെ ഇറങ്ങി പുറപ്പെട്ടാൽ ഇവരെന്നെ ചതിച്ച് എൻ്റെ പെരടി പിടിച്ച് മുആവിയക്ക് ഇവർ എന്നെ വിട്ടുകൊടുക്കും. അത്രമാത്രം ചതിയുടെ ആളുകളാണ് ഇവർ എന്ന് ഹസൻ റളിയല്ലാഹു അൻഹു ഷിയാക്കളെ കുറിച്ച് പറയുകയാണ്. നമുക്ക് ചതിയന്മാരും വഞ്ചകന്മാരുമാണ് യഥാർത്ഥത്തിൽ ഷിയാക്കൾ എന്ന് ഇവർ ആരുടെ പേരിലാണോ കക്ഷി ചേരുന്നത്, ആരുടെ പേരിലാണോ ഇവർ ചേരി തിരിഞ്ഞ് ഞങ്ങൾ ഇവരുടെ ആളുകളാണ് എന്ന് പറയുന്നത്, അവർ തന്നെ ഇവരുടെ ചതിയെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിലേക്കും അദ്ദേഹത്തിൻ്റെ മകനിലേക്കും അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ കയറാൻ സഹായിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിലേക്കുമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകം ഇവർ ചേർത്തി പറയുന്നത്. സ്വഹാബികളിലേക്ക് ഇത് ചേർത്തി പറയുകയും ചരിത്രത്തിൽ തിരിമറി കാട്ടുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഷിയാക്കളാണ്. എന്നാൽ ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി, ഇവർ മഹാവഞ്ചന സ്വഹാബത്തിനോടും കാണിച്ചിട്ടുണ്ട്, ചരിത്രത്തിലും വഞ്ചനയും തിരുമറിയും കാട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവരുടെ ഈ ചതി ഇന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഷിയാക്കളായ ആളുകൾ അവരുടെ നാട്, അത് ഇന്നും മുസ്ലിമീങ്ങളുടെ നാടുകളെ ചതിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ചതി ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതിനുള്ള ഉദാഹരണങ്ങൾ ഇന്നിൻ്റെ സാഹചര്യത്തിൽ നമ്മുടെ മുന്നിൽ ഒരുപാടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വഞ്ചനയിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.